അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പിറന്നാളാണ് ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട്. നല്ല മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന ആ ഒരു സംഭവമായിരുന്നു കേട്ടോ. മഴയും ഉണ്ടായിരുന്നു, മഞ്ഞ് മാത്രമല്ല. അങ്ങനെ ഫസ്റ്റ് തന്നെ പോയിട്ട് പുഷ്പാഞ്ജലി ഏൽപ്പിച്ചു. ഫസ്റ്റ് അമ്മയുടെ പേരിൽ കേട്ടോ, ഒരു പുഷ്പാഞ്ജലി അമ്മയുടെ പേരിലും പെറ്റ് പോയിട്ട് ഇത്രയും വലുതാക്കിയില്ലേ, പിന്നെ എൻ്റെ പേരിലും പിന്നെ എൻ്റെ ഓൻ്റെ പേരിലും കൂടെ. അങ്ങനെ ഇതാ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് നേരെ കാല് കഴുകാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. ഈ വെള്ളം എന്ന് പറയുന്നത് പൈപ്പിട്ടിട്ട് വരുന്ന വെള്ളം എന്നല്ല, ഉറവ വരുന്ന വെള്ളമാണ്. എപ്പോഴും ഇവിടെ ഇങ്ങനെ ആ വെള്ളം ഉണ്ടാവും കേട്ടോ. അതെന്തോ ഐതിഹ്യത്തിൻ്റെ എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തൊഴുത് കയറി നിന്നും വീഡിയോ എടുത്തിട്ടുണ്ടായില്ല, ഉള്ളിലേക്കൊന്നും ക്യാമറ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കയറി തൊഴുത് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ വീഡിയോ. നിങ്ങൾ നോക്കിയാൽ നല്ലൊരു മഴക്കോളും മഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി ചന്ദനമൊക്കെ തൊട്ട് നല്ല സെറ്റായിട്ട് നേരെ ഡ്യൂട്ടിക്ക് പോവാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് വേറെയൊരു തലേ ദിവസത്തെ വീഡിയോ ആണ്. ഹലോ ഗായ്സ്, അപ്പോൾ എന്തോ ഒരു കൊറിയർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു, DTDCയുടെ കൊറിയർ. അപ്പോൾ അത് എന്താണെന്ന് നോക്കാൻ പോകാം. എന്താണെന്ന് ഒരു പിടിയുമില്ല, എനിക്കൊരു ചെറിയൊരു ഇതുണ്ട്, എന്നാലും എന്താണെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. എന്നിട്ട് നമുക്ക് എന്താണ്, എങ്ങനെയാണ്, എവിടുന്ന് വന്നതാണ്, എന്താ സംഭവം എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പം നമുക്ക് കൊറിയർ എടുത്തിട്ട് വരാം. അപ്പോൾ കൊറിയർ എടുക്കാൻ വേണ്ടി ഞാൻ ഓഫീസിൽ വന്നിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ അവരോട് എന്താ ചോദിച്ചതെന്ന് അറിയാം, ഇതിന് പേയ്മെൻറ്റ് വല്ലതും വേണം. അവർ പറഞ്ഞു ഒന്നും വേണ്ട, അതൊക്കെ ചെയ്തതാണെന്ന്. അങ്ങനെ കൊറിയർ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കൊറിയർ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്താ സംഭവം എങ്ങനെയാണെന്നൊന്നും ഒന്നും അറിയില്ല. ഇതിൻ്റെ ഉറവിടം ഞാൻ തിരിഞ്ഞ് അന്വേഷിച്ച് പോയപ്പം എവിടെയാണെന്ന് മനസ്സിലായത്, കുവൈറ്റ് എൻ്റെ കെട്ടിയോൻ്റെ വകയുള്ള ഉറവിടമാണ് ഇത്. അപ്പോൾ ഇത് ഇപ്പോഴൊന്നും പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ 27, ഇന്ന് 27-ാം തീയതി, 29-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. അന്നത്തേക്കുള്ള ഒരു ചെറിയ സർപ്രൈസാണിത്. അപ്പോൾ ഇത് അന്ന് പൊട്ടിക്കും. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇത്. കാത്തിരിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഏട്ടോ അങ്ങ് പോയിട്ട് വരാനുള്ളൊരു കാത്തിരിപ്പില്ല, അതിനേക്കാട്ട് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്കിത്. ഇതിനുള്ളിൽ എന്താണെന്ന് അറിയാം. ഞാൻ കുലുക്കി നോക്കുന്നുണ്ട്. ഞാൻ മാക്സിമം ഞാൻ ഏട്ടനോട് ചോദിച്ചു എന്താണെന്ന് പറഞ്ഞു തരുന്നേയില്ല കേട്ടോ. അങ്ങനെ ഇത് രണ്ടാമത്തെ ദിവസമാണ്. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇത്രയും എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് ഇത്രയും ക്ഷമ ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ നാളത്തെ ദിവസമാണ് ഇത് പൊട്ടിക്കാം. അങ്ങനെ ഇതാ 3ാമത് ദിവസമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏട്ടൻ പറഞ്ഞിട്ട് ഞാനൊരു ഡയറി മിൽക്കും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഏട്ടൻ പൈസ അയച്ചാൽ ഇത് വാങ്ങിക്കണം. അങ്ങനെ ഇത് വാങ്ങിച്ചാണ്. എന്നിട്ട് കേക്കൊക്കെ മുറിച്ചിട്ട് മാത്രമേ ഇത് പൊട്ടിക്കാവൂ എന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് അമ്മയുടെ ഗിഫ്റ്റാണ് കേട്ടോ. എൻ്റെ അമ്മ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് ഈ ഒരു ടോപ്പ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ടോപ്പ്, ക്രീം വൈറ്റ്. പിന്നെ അമ്മയുടെ വക ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഇത് തേങ്ങാപ്പാലാണ് കേട്ടോ, പിടിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിടിയും തേങ്ങാപ്പാലുമാണ്. പിന്നെ എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ്, ടീഷർട്ടും ഇതും സെപ്പറേറ്റ് ഉള്ളത്. ഈ പെറ്റിക്കോട്ട് എന്നല്ലേ നമ്മൾ പണ്ട് പറയാം, ആ ഒരു സാധനമാണ്. അങ്ങനെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അങ്ങനെ ഇത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ കേക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഡയറി മിൽക്കും ഡ്രസ്സും ഒക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാനല്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ ഇതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത പരിപാടി കേക്ക് മുറിയാണ്. ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു ക്യാമറയൊക്കെ ഈലായിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ഏട്ടനും വിളിക്കുന്നുണ്ടായിരുന്നു വീഡിയോ കോളിൽ. അപ്പോൾ ഏട്ടനെയും കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കേക്ക് മുറിക്കുകയാണ്. കേക്ക് മുറിക്കുമ്പം എല്ലാവരും ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അനിയൻ കളിയാക്കിയിട്ട് പാട്ട് പാടുന്നുണ്ട്. മുന്നേ ഞാൻ പാടിക്കുമെന്നും അറിയുന്നില്ല, ആ ഒരു സമയത്ത് അവൻ കളിയാക്കിയിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ചിരിക്കുന്നത്. അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, ഞാനും അമ്മയും അനിയനും മൂത്തയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ അത്ര വലിയ ആഘോഷമൊന്നുമില്ലല്ലോ. പക്ഷേ എൻ്റെ പിറന്നാളിന് കേക്ക് മുറിക്കണമെന്നോ ആഘോഷിക്കണമെന്നോ അടിച്ചു പൊളിക്കണമെന്നോ എൻ്റെ സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്നോ എനിക്ക് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. എൻ്റെ മാത്രമല്ല, എന്നെക്കൊണ്ട് കഴിയുന്നത് എല്ലാവരുടെയും ഞാൻ അമ്മയുടെ ആയാലും ഏട്ടൻ്റെ ആയാലും എല്ലാവരുടെയും ഞാൻ സെലിബ്രേറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ഇത് നെക്സ്റ്റ് ഇത് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യലാട്ടോ. ഇതിപ്പോൾ ഈ സമയത്ത് ക്യാമറ വെച്ചതൊക്കെ എന്തൊക്കെയോ ആയത് കാരണം ഏട്ടനെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞാൻ വാക്കത്തിക്കട് കൊത്താൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അത്രയും ടൈം എടുത്തിട്ടാണ് കേട്ടോ ഇത് മുറിച്ചത്. കാരണം അത്രയും സേഫായിട്ട് പൊതിഞ്ഞ് മറ്റേ എന്നാൽ ക്ലിംഗ് റാപ്പോ എന്തോ പറയും ഇതിനെ, ആ ഒരു സംഭവത്തോണ്ട് പൊതിഞ്ഞ് പിന്നെ കാർഡ്ബോർഡിൻ്റെ ഒരു കവറും കൊണ്ട് അത്രയും സെക്യൂറായിട്ടാണ് ഇത് ഇതാക്കിയിട്ടുള്ളത്. ലാസ്റ്റ് എല്ലാവരുടെയും ക്ഷമ നശിച്ചു പോയി ഇത് പൊളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത്രയും ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാനിങ്ങനെ സ്പീഡിൽ കാണിച്ചതാണ്. ഒത്തിരി തവണ
ഒത്തിരി ടൈം എടുത്തിട്ടാണ് ഞാനിത് മുറിച്ചെടുത്തത്. ഞാൻ എന്താ പറയുക ചക്കയൊക്കെ അരിക്കുന്ന പോലെ കൊത്തി അരിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ കട്ട് ചെയ്ത് കളഞ്ഞു. ഇത്രയും സമയം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇത് ഒത്തിരി സ്പീഡൊക്കെ ആ സമയത്ത് ഇത് മുറിക്കുന്നതിൽ ക്യാമറയൊക്കെ ഫോണും ചടപടേന്ന് വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് അനിയൻ്റെ കൈമ കൊടുത്തിട്ട് ഓൻ എടുക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ ഓനോട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തരാൻ പറഞ്ഞിട്ട് ഓനൊന്നും എടുത്തു തന്നില്ല. അതുകൊണ്ട് ഫോട്ടോസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. ലാസ്റ്റ് ഞാൻ ഒരുവിധം ആ ഒരു കവറിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് മുറിച്ച് അത് പുറത്തെടുക്കും. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഞാൻ വിളിച്ച് ഈ ഫോട്ടോസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന്. പിന്നെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഇത് കണ്ടപ്പോൾ. ഇപ്പം വെളിച്ചത്തിലായതുകൊണ്ട് എന്തോ തിരിയുന്നില്ല. ജസ്റ്റ് ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഈ ലൈറ്റ് ആകുമ്പോൾ ഒന്നും കാണുന്നില്ല. അങ്ങനെ ഇത് ഞാൻ ഏട്ടന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര എൻ്റെ മുഖത്തെ ആ സന്തോഷം നിങ്ങൾ കണ്ടില്ല. 600ൻ്റെ ബൾബ് കത്തിയ സന്തോഷമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഇതാണ് ആ ഒരു വീഡിയോ ഇതെന്ന് പറയുന്നത്, ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്ക് ഏട്ടൻ ഗിഫ്റ്റ് കൊടുത്ത് വിട്ടിട്ടുണ്ട്, പക്ഷെ അത് ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എന്നോട് പറഞ്ഞു വരാനുള്ള ആൾ 2 ആഴ്ച ലേറ്റായിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഗിഫ്റ്റൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടി അടിച്ച് പൊളിച്ച്. പിന്നെ അമ്മയുടെ സ്പെഷ്യൽ പെടിയും കോഴിയും കൂടെ അതും കൂടെ കഴിച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഡേ വീഡിയോ ഇതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുഞ്ഞ് ചെറിയ ചെറിയ ആഘോഷങ്ങൾ. പിന്നെ എന്ത് പറഞ്ഞാലും നമ്മൾ ആഘോഷിച്ചിട്ടില്ലെങ്കിൽ വേറെ ഒരാൾ ആഘോഷിക്കത്തില്ല. അതുകൊണ്ട് മാക്സിമം അടിച്ച് പൊളിച്ച് ആഘോഷിക്കുക. ഇനി ഇതാ ഡയറി മിൽക്കും കൂടെ പൊട്ടിച്ചത് അത് ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ എൻ്റെ അനിയൻ കുറേ ടൈമായി ഇതിന് വയ്യ നടക്കുന്നത്. ഞാൻ കൊടുത്തിട്ടുണ്ടായില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കണം, വീഡിയോ എടുത്താൽ മാത്രമേ ഞാൻ പൊട്ടിക്കത്തുള്ളൂ. അപ്പോൾ ഓൻ വന്ന് ആക്രാന്തത്തിൽ പൊട്ടിച്ച ഇതാണ് ഞാനിപ്പോൾ കാണിച്ചത്. അങ്ങനെ ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ ആസ്വദിച്ചിട്ടൊരു കഷ്ണം കഴിച്ചിട്ട് അമ്മക്കും അനിയനും ഒക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.